ഇതെന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. വയ്യ മക്കളെ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ചതാ കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചു. 2 കാലമായിപ്പോൾ വന്നതാണ് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചു, കിടന്നു. ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചില്ല, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു വീടെത്തണവരെ. ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് കുറച്ചുകൂടി വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നു. മെൽബത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന കാര്യമാണ് കേട്ടോ പറയണത്. പിന്നെ അതുമല്ല, അവിടെ താലപ്പൊലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നദാനം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് 1.5 മണിക്കൂർ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ 1.5 മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കുത്തിയിരുന്ന് 1-2 ദിവസമൊക്കെ ഇടുകയും ചെയ്യാം. അപ്പം എപ്പടി ഐഡിയ. അപ്പോൾ ഒരു തമ്പനയിൽ കണ്ടു, ലിസിത പാലക്കലിൻ്റെ വീഡിയോ കണ്ടു കേട്ടോ. ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അത് പറയാനാണ് വന്നത്. തമ്പനയിൽ കണ്ടുള്ളൂ ഇവിടെ. ഞാൻ വീഡിയോ കയറി കണ്ടില്ല, തമ്പനയിൽ മാത്രം കണ്ടിട്ടും മറുപടി പറയാം. വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മളായിട്ട് എന്തിനാ റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ വീഡിയോ കാണൂല സുഹൃത്തുക്കളെ, കാണൂല. എൻ്റെ കല്യാണമല്ല ഇവിടെ 16 പുലകുളി അടിയന്തരം കല്യാണമാണ്. അത്ര കല്യാണം നാണോ മാനോ ഉളുപ്പുണ്ടോ ജന്തു? എത്രാമത്തെ കല്യാണമാണിത്, എത്രാമത്തെ ആളാണിത് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. കല്യാണം അവിടെ. പിന്നെ ഇത്തിരി മാന്യത ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ എന്താ ഇതിൽ നിർത്തുവാണ്. അപ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞ തമ്പനയിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിനകത്ത് എന്താണ് കാണാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവൾ പറയുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് തമ്പനയിൽ ക്ലിക്ക് ചെയ്ത് കയറും. അതിന് വേണ്ടി തന്നെയാണ് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇവൾ ഇനി കല്യാണം കഴിച്ചാലും കളവാണം കഴിച്ചാലും ഇവിടെ മയ്യത്തെടുത്താലും നമുക്കൊന്നുമില്ല. എത്രയും പെട്ടെന്നൊന്ന് എടുക്കാനായിട്ട് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നുമല്ല വിഷയം. ലിസിത പാലക്കലിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച വീഡിയോ ആണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ല, അതൊന്നുമല്ല പ്രശ്നം. ലിസിത പാലക്കൽ പറഞ്ഞത് എന്നെ മച്ചിന്ന് വിളിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ഈ വൃത്തികെട്ട ജന്തു ചെയ്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇവളും ഇവിടെ കണാരനും കൂടിയിട്ട്. കണാരൻ അറിയാല്ല, എന്നെ വിളിച്ച തെറുക്കി കയ്യും കണക്കൂല. അതുപോലെ ഈ വൃത്തികെട്ടവളെ എന്നെ മച്ചിന്ന് വിളിച്ചതിന് കയ്യും കണക്കൂല. അപ്പം ഇത്തരത്തിലുള്ള ഈ സ്ത്രീ ഇതുപോലെ എന്നെ പറഞ്ഞപ്പോൾ അത് നാളെ നിങ്ങളുടെ മക്കൾക്കും വരുമെന്ന് മാത്രമേ ലിസിത പാലക്കൽ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പം എന്താക്കി പെട്ടില്ലേ? പോലീസ് സ്റ്റേഷനിലേക്കൊന്നുമല്ല പോയേക്കണേ. നീ എന്താ വിചാരിച്ചത്? നീ ഓർഡറിനെ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു? അതൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ്റെ ഫേസ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കിയേ, പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇല്ലേ? ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പം അറസ്റ്റ് വരും. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് പരാതി പോയിട്ടുള്ളത്. കാരണം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ടൈമിലാണ് ഈ മാതിരി എത്ര തന്നെ ഇനി ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയായാലും ചിലപ്പോൾ നമ്മൾ 2 വാക്ക് അതിനെപ്പറ്റി പറയും, അല്ലെങ്കിൽ 2 പാരഡിപ്പാട്ട് പാടും. തോറ്റേന്നും പറഞ്ഞു 2 പാരഡിപ്പാട്ട് 2 വരെയെങ്കിലും പാടി അവർക്കെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അവർ തോറ്റേൻ്റെ ആഹ്ലാദം നമ്മൾ അറിയിക്കും. പക്ഷേ ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഇതൊരാളും അംഗീകരിക്കാത്ത ഒരു തരം ചെയ്ത്തായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് പരാതി പോയിട്ടുള്ളത്. നമ്മളൊരു ഫോട്ടോൻ്റെ മേളിൽ പോലും പ്രതിഷേധം നടത്തിയ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം. മനഃപൂർവ്വം ഒരു കത്തി എടുത്തിട്ട് ഒരാളുടെ ഫോട്ടോ വെച്ച് കേക്കിൻ്റെ മേളിലൊക്കെ വെട്ടി കറുമുറ വെട്ടുക എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ലടോ ഇത്. ഇങ്ങനെയൊന്നും പഠിപ്പിച്ചു വിടരുത്. എന്തായാലും ലിസിത പാലക്കലിൻ്റെ മുഖം വെച്ചിട്ട് കേക്ക് വെട്ടിയതിന് കിട്ടിയിട്ടുണ്ടല്ലോ. നേരിട്ട് ഇലക്ഷൻ കമ്മീഷനും കോടതിയിലോട്ടാണ് സംഭവം പോയിരിക്കുന്നത്. നിനക്കൊക്കെ അതേ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീ അവിടെ കിടന്നിട്ട് എന്താക്കുന്നു നമുക്കറിയരുതോ? നിനക്കൊക്കെ പോലീസ് സ്റ്റേഷൻ പറ്റൂല, നിനക്കൊക്കെ ത്രൂ കോടതി. പിന്നെ ഒരു വോയിസ് ഉണ്ടെന്ന് പറഞ്ഞു കള്ളി. വോയിസ് ഉണ്ടെങ്കിൽ പുറത്തു വിടറി, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. എന്തായാലും പാലക്കലിനെതിരായിട്ടുള്ള ഒരു തെളിവായല്ലോ. പുറത്ത് വിടണം കേട്ടോ. നിൻ്റെ കയ്യിലൊരു വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ നീ അപ്പം തന്നെ പുറത്ത് വിടണം. മൊത്തലാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്തടി നീ പുറത്ത് വിടാത്തത്? വോയിസ് ഇല്ലല്ലേ? ഇത് നിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള മറുപടി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇത് ലിസിത പാലക്കലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അതുമാത്രമല്ല നിൻ്റെ തമ്പനയിലിനുള്ള മറുപടി. നിൻ്റെ വീഡിയോ ഞാൻ കയറി കാണൂല. അത്രയും ചെറ്റാവാൻ ഞാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല.
എന്നെ ഭർത്താവ് ഉപേക്ഷിക്കാൻ കാരണം എൻ്റെ കല്യാണം, എൻ്റെയും കരുണേട്ടൻ്റെയും കല്യാണം. ഇത്തരം തമ്പനയിലുകളെ ആൾക്കാരങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കയറി കാണും. എന്താണ് കിട്ടിയോന് സംഭവിച്ചത്. പിന്നെ ആൾക്കാർക്ക് അതറിയില്ലല്ലോ പണി. ഒന്ന് പോടി. അപ്പോൾ എഴുന്നേറ്റിരുന്ന് വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല മക്കളെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ക്ഷമിക്കുക, കാരണം ഉച്ചയ്ക്ക് 2:30 ഭക്ഷണം കഴിച്ചപ്പോൾ. നേരത്തെ കഴിക്കാത്തതിൻ്റെ ക്ഷീണം കൊണ്ടാണ്. അപ്പം ഇതാണ് മറുപടി. ലിസ്ദ പാലക്കലിൻ്റെ സംഭവം വരുന്നുണ്ട്. മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തിക്കൂടെ? എൻ്റെ ഇഷ്ടമാണ്. ഈ ജാതി ആൾക്കാർക്കിടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് മുഖത്ത് വെട്ടലും കണ്ണിൽ കുത്തലും ഒക്കെ നടന്നു കഴിഞ്ഞാലേ ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ. തിരിച്ചൊരു കേസ് കൊടുക്കണ കാര്യം അമ്മായി പറഞ്ഞു. എന്താ കൊടുക്കാത്തു? പോയി കൊടുക്കുമോളെ. ആ ഉള്ള തെളിവുള്ള വോയിസില്ലേ, ബാക്കിയുള്ള വോയിസ് അതും കൂടി എടുത്തങ്ങ് പുറത്തിട്ടേക്ക്. ആൾക്കാരങ്ങോട്ട് കാണട്ടെ. നിനക്കൊന്നും ഒളിവും മറയൊന്നുമില്ലല്ലോ. നിനക്കുള്ളതൊക്കെ നീ എടുത്ത് പുറത്തിടുന്ന ആളല്ലേ. അങ്ങോട്ട് പുറത്തിടറി. ആൾക്കാരങ്ങോട്ട് കണ്ടും കേട്ടും തൃപ്തി അടഞ്ഞ് സായൂജ്യം അടയട്ടെ. ആ വോയിസൊക്കെ അങ്ങോട്ട് എടുത്ത് പുറത്തിട്. നമുക്ക് പാലക്കലിനെ കൊടുക്കണ്ടേ? എല്ലാവരെ കൊണ്ടും മറുപടി പറയിപ്പിച്ച് സ്വന്തം പൊടിക്കുപ്പികൾക്കും പണി കൊടുത്തു അല്ലേ. വല്ലാത്ത ജാതി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം ആലോചിക്കുന്നതേ, ഇവറ്റോളൊക്കെ പ്രായപുത്രി ആയാളുള്ള കഥ എന്തുവാ അല്ലേ. വല്ലാത്ത ജാതി. ഒരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്ഥാനാർത്ഥി തോറ്റേന്ന് പറഞ്ഞ് നമ്മൾ പാരഡി ഉണ്ടാക്കി പാടാറുണ്ട്. സ്ഥാനാർത്ഥിനെ 2 പറയാറുണ്ട്. പക്ഷെ ഇമാതിരി ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേ നിവർത്തിയുള്ളൂ. എല്ലാവർക്കും പണി കൊടുക്കാൻ നടന്ന് ലാസ്റ്റ് പണികൾ വാരിക്കൂട്ടുന്ന ഒരു അമ്മായിയുടെ പണ്ടത്തെ ഒരു ഹൈലൈറ്റ് പരിപാടി ഉണ്ടല്ലോ. ആ 32 പല്ലും അങ്ങോട്ട് കാണിച്ചിട്ട് ആ കീറി അങ്ങോട്ട് പൊളിച്ച് പിടിച്ചിട്ട് ആ ഇളുത്തി ഒരു പറച്ചിലമ്മായിക്കില്ലേ, അതെന്തായാലും വളരെ 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 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ അമ്മായിയുടെ വേഷം കെട്ടലുകളൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. മറന്നുപോയാ? അത്ര സുഖകരമല്ലാത്ത പോക്കാണ്. അതുകൊണ്ട് പലതും പ്രയോഗിക്കാൻ കഴിയുന്നില്ല അല്ലേ. സാരില്ല, ഇങ്ങനെയൊക്കെ പോട്ടെ. എന്തായാലും തമ്പനയിൽ കണ്ട് ആകൃഷ്ടയായിട്ട് വീഡിയോ കയറി കാണുന്നു നീ തെറ്റിദ്ധരിക്കരുത്. കാണൂല.